ഹലോ, ഇന്ന് വരാനിരിക്കുന്നത് നമ്മുടെ പവിത്രം സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അല്ലേ, നമ്മുടെ വേദയ്ക്ക് കോടതിയിൽ യാതൊരുവിധ രീതിയിലും ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയില്ല. ആ കാരണത്താൽ നമ്മുടെ വിശ്വത്തിന് ജാമ്യം കിട്ടിയതുമില്ല. 2 ദിവസം പോലീസ് കസ്റ്റഡിയിലുമായി. എല്ലാവർക്കും സങ്കടമായി. വേദയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ വേദ വിക്രമും ഇനി എന്താണ് അടുത്ത കോടതി ദിവസം നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ അവർ ആലോചിച്ചിരിക്കും. അത് മാത്രവുമല്ല, നമ്മുടെ ശ്രീകാന്തിനെ വെല്ലുവിളിച്ചിട്ടാണ് നമ്മുടെ വേദ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി വരുന്ന ദിവസത്തെ നമ്മുടെ ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് ഏത് രീതിയിലാണ് വേദയും അതിനോടൊപ്പം കട്ടയ്ക്ക് കട്ട സപ്പോർട്ടുമായിട്ട് നമ്മുടെ വിക്രമും കൂടെ ചേർന്ന് നമ്മുടെ വിശ്വത്തിന് വേണ്ടി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വേദയ്ക്ക് തെളിവുകളൊന്നും കോടതിയിൽ ഹാജരാക്കാൻ പറ്റില്ല. വെറുതെ ഒരു തെളിവായിട്ട് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അതിൻ്റേതായ രീതിയിൽ കോടതിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ തെളിവുകൾ ഹാജരാക്കിയാൽ മാത്രമേ അവർക്കത് അംഗീകരിച്ച് കോടതി കൊടുക്കുകയുള്ളൂ. അങ്ങനെ വേദ വിക്രമുമായിട്ട് ആലോചിക്കുകയാണ്. ഈ നമ്മുടെ ശ്രീകാന്തിൻ്റെ കമ്പനിയിലെ ആ മാനേജർ എന്തായാലും പണം വച്ചു എന്നുള്ളത് പറയുന്നുണ്ട്. അയാളെ ഒന്ന് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കറക്റ്റ് വിവരങ്ങൾ അറിയാമെന്ന് വേദ പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് വിക്രം ആലോചിക്കുകയാണ് ഇനി അതിനായിട്ട് എന്താണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അങ്ങനെ നമ്മുടെ വിക്രം നമ്മുടെ രാജേട്ടനും നമ്മുടെ ജോസഫും അവരൊക്കെ ആയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ വിക്രം പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. ആ ശ്രീകാന്തിൻ്റെ കമ്പനിയിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ ശരത്തിനെ പൊക്കണം എന്നുള്ള ഒരു കാര്യം ആലോചിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്ന് നേരെ ശരത്തിനെ പൊക്കാണ്. ശരത്ത് കുറച്ച് ദിവസമായിട്ട് ലീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാര്യം മോളുടെ വിവാഹത്തോടനുബന്ധിച്ച് കുറച്ച് ലീവും കാര്യങ്ങളൊക്കെ ആയിട്ട് പരുങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ശരത്തിനെ അവിടെ നിന്ന് പൊക്കി നേരെ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുവന്ന് വിക്രമിൻ്റെ മുന്നിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ജോസഫും മറ്റ് ടീമും എല്ലാവരും കൂടെ. അപ്പോൾ അവൻ്റെ മുഖം മൂടിയൊക്കെയാണ് കൊണ്ടുവന്ന് എന്നിട്ട് നേരെ വിക്രമിൻ്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ ശരത്ത് അങ്ങ് പേടിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ വിക്രം ആരാണ് എന്താണ് എന്നുള്ളതൊക്കെ ശരത്തിന് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ ശരത്ത് ഒന്ന് ഭയന്നു. എന്നിട്ട് ശരത്തിനോട് നമ്മുടെ വിക്രം ചോദിച്ചു, ഞാൻ ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ സാറേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, എന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെ പിടിച്ചിട്ട് കൊണ്ടുവന്നിരിക്കണം, എന്നെ വിടൂന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നത്, പോവാം, എൻ്റെ കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരവൊക്കെ തന്നിട്ട് പൊക്കോളൂ, അല്ലാണ്ട് നിങ്ങളിവിടെ പിടിച്ചു വയ്ക്കാനൊന്നും ഞങ്ങൾ പോകുന്നില്ല എന്ന് നമ്മുടെ വിക്രം മറുപടി കൊടുക്കുകയാണ്. അങ്ങനെ ശരത്തിനോട് ചോദിക്കുകയാണ്, സത്യം പറ, അന്ന് വിശ്വേട്ടൻ്റെ കയ്യിൽ നിങ്ങൾ ആ പൈസ എണ്ണി കൊടുത്തതിന് ശേഷം എന്താണ് നടന്നത്, അതിനുശേഷം ആ പണം ഇപ്പോൾ എവിടെയാണ്, അതിനെ സംബന്ധിക്കുന്ന തെളിവുകൾ എല്ലാം വ്യക്തമായിട്ട് പറയണം. അപ്പോൾ ശരത്ത് കുറേ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. നിങ്ങൾ എന്താണ് പറയണത്, എനിക്കിതൊന്നും അറിയില്ല. ശ്രീകാന്ത് സാറിൻ്റെ കമ്പനിയിൽ ഞാൻ പൈസ അയാൾക്ക് കൊടുത്തു, വിശ്വത്തിൻ്റെ കയ്യിൽ കൊടുത്ത് ബാങ്കിലേക്ക് കൊണ്ടുപോയത് മാത്രമേ എനിക്കറിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അയാൾ കുറേ കിടന്ന് തപ്പിത്തടയാണ് കേട്ടോ. പക്ഷേ വിക്രം ആരാ മോനെ, വിട്ടു കൊടുക്കുമോ? വിക്രമിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങോട്ട് കുടഞ്ഞിട്ട് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു, അയ്യോ സാറേ എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ കൊല്ലല്ലേ എന്ന് പറയും. അപ്പോൾ വിക്രം പറയും, എന്നാൽ നീ സത്യം നിൻ്റെ വാ തുറന്ന് പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞോണം, ആ പണം നീ എന്ത് ചെയ്തു, അതിനുശേഷം ആ പണം ഇപ്പോൾ എവിടെ ഉണ്ടെന്നും അതുപോലെ തന്നെ വിശ്വേട്ടനെ കോടതിയിൽ ഹാജരാക്കിയ ആ ഒറിജിനൽ രേഖകൾ ഇതൊക്കെ എവിടെയാണെന്ന് നീ അറിയാണ്ട് എന്തായാലും ഇരിക്കില്ല, അവിടെ വ്യക്തമായിട്ട് പറയാണ്. അങ്ങനെ ശരത്ത് കാര്യങ്ങളൊക്കെ പറയാണ്. ഞാൻ ആ പണം ഇങ്ങനെ ബാഗിലിട്ട് ലോക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം മറ്റേ ഷാജീനെ കൊണ്ട് ആ പണം, ഷാജി വയ്യാണ്ടായി വീണ് വേറൊരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ, അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ആ പണം ഷാജീനെ കൊണ്ട് ശരത്തിൻ്റെ കയ്യിൽ ഷാജി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ശരത്താണ് പിന്നെ ശ്രീകാന്തിൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നത്. എന്തായാലും ആ പണം ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് വിക്രം ചോദിക്കണം. എന്തായാലും പണം പിന്നെ വീട്ടിൽ സൂക്ഷിക്കത്തില്ല, ബാങ്കിലില്ല, അപ്പോൾ കമ്പനിയിലാണ് എന്നുള്ളതും അതിനെ സംബന്ധിക്കുന്ന രേഖകളൊക്കെ കമ്പനിയിലാണ് എന്നുള്ളതൊക്കെ അറിയാണ്. അങ്ങനെ വിക്രം നമ്മുടെ ശരത്തിൻ്റെ വായിൽ നിന്ന് ഒരുവിധം കിട്ടേണ്ട എല്ലാ ഡീറ്റെയിൽസും കിട്ടിക്കഴിഞ്ഞു. എന്നിട്ട് നമ്മുടെ വിക്രം നമ്മുടെ ജോസഫേൻ്റെ അടുത്ത് ഒക്കെ പറയുകയാണ്, ഇവൻ എന്തായാലും ഇപ്പോൾ വിടണ്ട, ഇവൻ പുറത്തിറങ്ങിയ പല കളികളും കളിക്കും, എനിക്കതിന് മുന്നേ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതുകൊണ്ട് അവൻ ഇവിടെ തന്നെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ രാജേട്ടൻ
പറയും. നീ ധൈര്യമായിട്ട് പോയിട്ട് വേണം വിക്രം, അവൻ ഇവിടെ സുരക്ഷിതമായിട്ട് നമ്മളടുത്തുണ്ടാവൂലേ അല്ലേടാന്ന് ചോദിച്ചുകൊണ്ട് അവനെ ഒന്ന് തലോടിയൊക്കെ വിടുന്നുണ്ട്. അത് കഴിഞ്ഞ് വിക്രം നേരെ വീട്ടിൽ വരികയാണ്. അപ്പോൾ വേദ ഇതിനിടയിൽ നമ്മുടെ വിക്രമിനെ 1-2 പ്രാവശ്യമൊക്കെ വിളിച്ചു. അപ്പോൾ പുള്ളി ഫോണൊന്നും എടുക്കാത്തതുകൊണ്ട് വേദയ്ക്ക് ആകെ ടെൻഷനായി. ഇനി എന്തെങ്കിലും കുരുത്തക്കേടിലോ പണിയോ ഒപ്പിച്ചോ എന്നുള്ള ടെൻഷനാണ് വേദയ്ക്ക്. അപ്പം വിക്രം വന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, നീയല്ലേ പറഞ്ഞത് പിന്നെ ശരത്തിനെ പൊക്കിക്കഴിഞ്ഞ് നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം കിട്ടുമെന്ന്. ഞാനപ്പോൾ അവനെ ഒന്ന് പൊക്കി, എന്നിട്ടോ? അപ്പോൾ വേദ ചോദിക്കണം. അപ്പോൾ അവൻ തത്ത പറയേണ്ട പോലെ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഇന്ന സ്ഥലത്ത് കമ്പനിയിൽ ശ്രീകാന്തിൻ്റെ എന്നെ കമ്പനിയിൽ ലോക്കറിൽ വെച്ചേക്കാണ്. അപ്പോൾ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്ത് തരണം വേദ. എന്താ വിക്രം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും ആ രേഖകളൊക്കെ കിട്ടുമെന്നുള്ളതൊന്ന് പോയി നോക്കട്ടെ. അപ്പോൾ അത് ലോക്കും കാര്യങ്ങളും അത് എവിടെയാണ് കറക്റ്റായിട്ട് എന്നുള്ളതൊക്കെ നീ ഒന്ന് പറഞ്ഞു തരണം. നിനക്കാവുമ്പോൾ അത് കൃത്യമായിട്ട് അറിയാലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രം ഒറ്റയ്ക്ക് പോകാനോ? അതാ സേഫ്, അല്ലാണ്ട് ഒരുപാട് പേരൊക്കെ ആയി അത് പിടിക്കപ്പെടും. അപ്പോൾ വേദ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാനും വരുന്നുണ്ട്. നീ എന്താ ഈ പറയണേ? എന്നെ പിടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നിന്നെയും കൂടെ പിടിച്ചാലോ? നീ വട്ടുത്തരം പറയണ്ട്, മാറി നിൽക്കുക. ഇല്ല വിക്രം, ഞാൻ വരുന്നു. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എടി എരുമേ, നീ വരേണ്ടെന്ന്, നീ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും പണിയോ? അപ്പോൾ വേദ പറയുന്നുണ്ട്, എന്തായാലും എരുമയുടെ ഒപ്പം ഒരു പോത്തും കൂടെ ഇരുന്നെന്ന് കഴിഞ്ഞ് ഒരു കുഴപ്പമില്ല. അപ്പോൾ വിക്രം ഒരു ചിരിയൊക്കെ അങ്ങോട്ട് പാസ്സാക്കുക കേട്ടോ. എന്നിട്ട് രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു 2 കള്ളനും കള്ളിയും പോലെ രണ്ടുപേരും മാസ്ക് ഒക്കെ ഇട്ട് അങ്ങനെ ശ്രീകാന്തിൻ്റെ കമ്പനിയിലോട്ട് ലാൻഡ് ചെയ്തു. അവിടെ എത്തിയപ്പോഴോ വിചാരിച്ച കണക്കൊന്നുമല്ല, സെക്യൂരിറ്റി എന്നെ ഫസ്റ്റായിട്ടുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ആദ്യം നമുക്ക് ഈ സെക്യൂരിറ്റിയുടെ കണ്ണ് വെട്ടിക്കണം. അപ്പോൾ വിക്രം അതിന് വേണ്ട ഒരു വഴിയൊക്കെ ചെയ്യുന്നുണ്ട്, സൗണ്ടൊക്കെ ഉണ്ടാക്കി അയാളെ ആ സൈഡിലോട്ട് എഴുന്നേറ്റ് പോകുന്ന രീതിയിലാക്കി തക്കം നോക്കി വേദയും വിക്രമും കൂടെ പതുക്കെ അകത്തോട്ട് കയറുകയാണ്. അകത്ത് കയറിയാൽ ലോക്കാണ്. എന്നാലും വിക്രമും കൂടെ എന്തൊക്കെയോ നമ്പറൊക്കെ ഇട്ട് എങ്ങനെയോ അകത്തൊക്കെ കയറി. പക്ഷേ കയറുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ചെയ്തിട്ടാണ് കയറിയത്. ആ CC ക്യാമറ ഫ്രണ്ടിലിരുന്നത് വിക്രമും വേദയും കൂടെ കല്ലൊക്കെ കൊണ്ട് എറിഞ്ഞ് അതിനെ സെറ്റാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വിക്രമിൻ്റെ എറിയൊന്നും കൊണ്ടില്ല കേട്ടോ. നമ്മുടെ വേദ കല്ലെടുത്ത് എറിഞ്ഞപ്പോൾ കറക്റ്റ് എന്തോ ഭാഗ്യത്തിന് അബദ്ധത്തിന് എങ്ങനെയോ ആ ക്യാമറയിൽ കൊണ്ട് ആ ക്യാമറ അപ്പുറത്തോട്ട് ചരിഞ്ഞ് വീണു കേട്ടോ. അങ്ങനെയാണ്. എന്നിട്ടാണ് അവർ പിന്നെ അകത്തോട്ടൊക്കെ കയറുന്നത്. അപ്പോൾ അകത്ത് കയറിയിട്ട് 3 ഷെൽഫുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലോക്കറും കാര്യങ്ങളൊക്കെ എവിടെയാ എന്താ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ വേദ പറഞ്ഞു, അതെ ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വേദയും വിക്രമും കൂടെ അകത്ത് ക്യാമറ ഉണ്ട്. അപ്പോൾ അത് ഫേസ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ മങ്കി ക്യാപ്പ് പോലെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ട് വളരെ സേഫായിട്ടാണ് പോണത്. അങ്ങനെ വേദ ലോക്ക് തുറക്കാനുള്ള ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് വിക്രം അങ്ങനെ സേഫായിട്ട് ലോക്കൊക്കെ തുറക്കുകയാണ്. അങ്ങനെ അവർ ലോക്ക് തുറന്നപ്പോൾ അവർ നോക്കിയപ്പോൾ അതേ സീരിയൽ നമ്പറിലെ ക്യാഷ് അവിടെ തന്നെ ഇരിക്കുകയാണ്. അത് മാത്രവുമല്ല, മറ്റ് കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒറിജിനൽ രേഖ, കോടതിയിൽ സമർപ്പിച്ചത് കോപ്പിയല്ല, അപ്പോൾ ഒറിജിനൽ രേഖ ആ ലോക്കറിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ വേദ ശേഖരിക്കുകയാണ്. അതുകൂടാണ്ട് വേദ വിക്രമും കൂടെ ആലോചിക്കുകയാണ്, ഈ പൈസ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മിക്കവാറും ഈ പൈസ വിക്രമിൻ്റെ കയ്യിൽ വരുത്തക്ക രീതിയിലാക്കി വിക്രമിനെ അറസ്റ്റ് ചെയ്യാനുള്ള പദ്ധതിയായിരിക്കും ശ്രീകാന്തേട്ടൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള വഴിയും കൂടെ കണ്ടിട്ട് തന്നെയാണ് വേദയും വിക്രമും അവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ 2 പേരും കൂടെ വളരെ സാഹസികമായിട്ട് ആ ഒരു കാര്യം അങ്ങ് ചെയ്തു കേട്ടോ. അങ്ങനെ അവർക്ക് കോടതിയിൽ പിറ്റേ ദിവസം സമർപ്പിക്കേണ്ട എല്ലാ കാര്യങ്ങളും അവർ ശേഖരിച്ചു. അങ്ങനെ അതുവഴി നമ്മുടെ വിശ്വത്തിനെ പുറത്തിറക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും അവർ കോടതി അവിടെ നമ്മുടെ കമ്പനി ശ്രീകാന്തിൻ്റെ കമ്പനിയിൽ നിന്നും ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ വിദഗ്ധമായിട്ട് നമ്മുടെ ശ്രീകാന്ത് വിക്രമിനെയും കുടുംബത്തിനെയും വളരെ നാടകീയമായ രീതിയിലാണ് ആക്രമിച്ചിരിക്കുന്നത്. പക്ഷേ ഈ സമയത്തൊന്നും നമ്മുടെ വേദയുടെ അച്ഛൻ ജഡ്ജസ് ശങ്കരനാരായണൻ അവിടെ ഇല്ലായിരുന്നു. ആ ടൈമിൽ തന്നെയാണ് നമ്മുടെ വിക്രമിനെയും കുടുംബത്തെയും നമ്മുടെ ശ്രീകാന്ത് ആക്രമിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും വേദേനെ തിരിച്ച് അവരെ കുടുംബത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ വെല്ലുവിളിയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ വേദ കോടതിയിൽ ഇറങ്ങുന്നു. പിറ്റേ ദിവസം കോടതിയിൽ ഇറങ്ങി തെളിവ് സഹിതം സാക്ഷികൾ സഹിതം വേദ കോടതിയിൽ ഓരോന്നായിട്ട് തെളിയിക്കുകയാണ്. അപ്പോൾ എതിർഭാഗം വക്കീൽ കണ്ടിട്ട് ആകെ തള്ളാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാ എവിഡൻസും അവരെ കയ്യിൽ. ശ്രീകാന്തും ആകെ ഞെട്ടിത്തെറിക്കുകയാണ്. കാരണം കോടതിയിൽ വേദയ്ക്ക് വാഗൊണ്ട് പറയുന്ന മാത്രമല്ല, വേദ അത് സകല അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒറിജിനൽ സഹിതം കോടതിയിൽ സമർപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ വിശ്വത്തിൻ്റെ സത്യാവസ്ഥ കോടതിക്ക് ബോധ്യപ്പെടുന്ന ആ ഒരു രീതിയിലാണ് വേദ കേസ് വാദിക്കുന്നത്. കഴിഞ്ഞ ദിവസം വേദയ്ക്ക് നല്ല രീതിയിൽ ഒന്നും പെർഫോം ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു സാക്ഷി ഷാജീനെ കൊണ്ട് നിർത്തി, അയാളാണെങ്കിൽ ഭൂലോക കള്ളനാണ്. അപ്പോൾ അവനെ ഒന്നും കോടതി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. വ്യക്തമായ തെളിവുകൾ വേണം. ആ തെളിവുകളിൽ എല്ലാം ശേഖരിച്ച് തന്നെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ വേദ കോടതിയിലോട്ട് അങ്കപ്പാടിനായിട്ട് ഇറങ്ങുന്നത്. അപ്പം നമുക്ക് കാണാം ഇനി വരുന്ന
ദിവസം എന്തൊക്കെയാണ് ഇന്ന് വരുന്ന ദിവസത്തെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നും നാളെയും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഈ കോടതിയിലെ പെർഫോമൻസ് ഒക്കെ വരുന്നത്. ഇന്ന് ഏകദേശം ഈ ഒരു ഇൻട്രോയൊക്കെയാണ്, അതായത് അവർ വിക്രമും നമ്മുടെ വേദയും കൂടെ ആ കമ്പനിയിൽ, ശ്രീകാന്തിൻ്റെ കമ്പനിയിൽ പോണതും അവിടെ നിന്ന് ആ സംഭവങ്ങൾ, ഒറിജിനൽ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വിശ്വത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ശേഖരിക്കുന്ന സീനൊക്കെയാണ്. അപ്പോൾ വരും ഇന്നോ നാളെയോ ഒക്കെ ആയിട്ടായിരിക്കും ബാക്കി കോടതിയിൽ വരുന്ന വിചാരണകളും മറ്റുമൊക്കെ. അപ്പം നമുക്ക് എന്തായാലും കാത്തിരുന്നതിനെ കാണാം. നമ്മുടെ വേദയുടെ അഡ്വക്കേറ്റ് വേദ ശങ്കരനാരായണൻ്റെ അതിപ്രബലമായ പ്രകടനം, ആദ്യമായിട്ട് വാദിക്കുന്ന ഒരു കേസും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രകടനം എന്തൊക്കെയാണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. വരും ദിവസങ്ങളിൽ എപ്പിസോഡുകൾ പ്രൊമോ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തും. നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. സോ മീമുഫാസ് ടേസ്റ്റി കിച്ചൻ എന്ന ഈ ഒരു കുഞ്ഞു ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നല്ലൊരു ഡേ ആവട്ടെ. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.